തമിഴ്നാട് സർക്കാരിന്റെ കാർഷിക ബജറ്റ് അവതരണം തുടങ്ങി. കൃഷിമന്ത്രി ആർ വിനോദാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. കറുത്ത വസ്ത്രം ധരിച്ചാണ് DMK അംഗങ്ങൾ സഭയിൽ എത്തിയത്. മേക്കേദാട്ട് അണക്കെട്ട് വിഷയത്തിലാണ് DMKയുടെ പ്രതിഷേധം. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. ER രാഗേഷ്, ഈ കർഷകരുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അവിടെ DMK നടത്തുന്നതിനിടെ തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം അടക്കം നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കാർഷിക ബജറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ ഉറ്റുനോക്കുകയാണ് പ്രതിപക്ഷവും. കാരണം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ കർഷകർക്ക് കൃത്യമായ കാര്യങ്ങൾ ഇല്ല എങ്കിൽ അത് ഉയർത്തി വീണ്ടും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയായിരിക്കും തീരുമാനം. എങ്ങനെയാണ് ബജറ്റ് അവതരണത്തിലുള്ള ആദ്യ പ്രതികരണങ്ങൾ? രുചിഷ്, ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് DMK അംഗങ്ങൾ ഉള്ളത്. കാരണം ഇന്നലെ ബജറ്റ് അവതരണ വേളയിൽ തലേ ദിവസമാണ് ഉദയനിധി സ്റ്റാലിനെ, പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടി ഉണ്ടായത്. പക്ഷേ ഇന്നലെ സഭയിൽ ബജറ്റ് അവതരണം കൃത്യമായി നടക്കുന്നതാണ് കണ്ടത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബജറ്റ് അവതരണത്തിന് ശേഷം മാത്രമാണ് 0 മാർക്ക് മാത്രമേ നൽകാൻ കഴിയൂ എന്ന് ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചത്. പക്ഷേ ഇന്ന് കാർഷിക ബജറ്റാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാവേരി നദീജല തർക്കം, വെള്ളം നേടിയെടുക്കുന്നതിൽ തമിഴ്നാട് സർക്കാരിന്റെ പരാജയം ഒക്കെ ഉയർത്തിക്കാട്ടിയായിരുന്നു DMKയുടെ പ്രതിഷേധം. ഏതായാലും ഇന്ന് കറുപ്പ് വസ്ത്രം ധരിച്ചാണ് DMK അംഗങ്ങൾ ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ളവർ സഭയിൽ എത്തിയിട്ടുള്ളത്. അവർ ചൂണ്ടിക്കാണിച്ച കാര്യം, ഒന്ന്, കർണാടക കാവേരിക്ക് കുറുകെ മേക്കേദാട്ട് അണക്കെട്ട് നിർമ്മിക്കുകയാണ്. അത് തടയാൻ ഇതുവരെ കാര്യക്ഷമമായ നടപടി ഉണ്ടായിട്ടില്ല തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. കാവേരി നദീജലം വിട്ടുകിട്ടുന്നതിലും വലിയ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം പോലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ആരോപിക്കുന്നത്. അതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതിൽ പ്രതിഷേധിച്ചാണ് ഇന്നിപ്പോൾ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് DMK അംഗങ്ങൾ സഭയിൽ എത്തിയിട്ടുള്ളത്. ഏതായാലും കർഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കും, നെല്ലിന്റെയും കരിമ്പിന്റെയും ഒക്കെ തന്നെ താങ്ങുവില വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ വരൾച്ച രൂക്ഷമാണ്. പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിൽ വരൾച്ച അടക്കം രൂക്ഷമാണ്. സ്വാഭാവിക എല്ലിനോ പ്രതിഭാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാക്കേജ് അടക്കം പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും കൃഷിമന്ത്രി ആർ വിനോദിന്റെ ബജറ്റ് അവതരണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രുചീഷ്. ശരി, ER രാഗേഷ്, എന്തായാലും ബജറ്റ് അവതരണം പുരോഗമിക്കുന്നു. എന്തായാലും വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം കാവേരി നദീജല തർക്കത്തിൽ എന്ത് നിലപാടായിരിക്കും ഈ ബജറ്റിന്റെ ഭാഗമായി പറയുക എന്നതുകൂടി പ്രതിപക്ഷം ഉറ്റുനോക്കുകയാണ്.